നമുക്കാദ്യം പശ്ചിമേഷ്യയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. സംഘർഷഭരിതമാണ് 9ാം ദിവസവും ആക്രമണ പ്രത്യാക്രമണവുമായി ഇറാനും ഇസ്രായേലും ഉണ്ട്. 17ാം തവണത്തെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് ഇറാൻ അറിയിക്കുന്നത്. സാൽവോ മിസൈൽ ആക്രമണത്തിൽ 17 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. അതേസമയം മാപ്പു പറയില്ല എന്ന നിലപാടാണ് UN രക്ഷാസമിതിയിൽ ഇസ്രായേൽ സ്വീകരിച്ചത്. ഇസ്രായേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ചകൾക്കില്ല എന്ന നിലപാടെടുക്കുകയാണ് ഇറാനും. അൻസു എൽസ സന്തോഷാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അൻസു, 9ാം ദിവസവും സംഘർഷത്തിന് യാതൊരു അയവുമില്ല. UN രക്ഷാസമിതിയിൽ കൊമ്പുകോർക്കുന്നത് നമ്മൾ കാണുന്നു. ഇറാനും ഇസ്രായേലും പിറകോട്ടില്ല എന്ന് പറയുമ്പോൾ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണല്ലേ? തീർച്ചയായും വിനീത വേണു, ഇസ്രായേൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 15 ഫൈറ്റർ ജെറ്റുകളും 30 ആയുധങ്ങളും തങ്ങൾ ഇറാന് നേരെ പ്രയോഗിച്ചു എന്ന ഇസ്രായേൽ സേന വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇറാനും പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. 17ാമത്തെ തവണയും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. സാൽവോ മിസൈൽ കൊണ്ടാണ് ഇത്തവണ ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫത്ത-1 മിസൈൽ കൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചത് കണ്ടതാണ്. ഇത്തവണ സാൽവോ ആക്രമണത്തിൽ 17 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. നിരവധി കേടുപാടുകൾ, അതായത് ഇസ്രായേലിൻ്റെ മിലിറ്ററി ബേസിനെ അല്ലെങ്കിൽ സൈനിക ക്യാമ്പിന് നേരെയായിരുന്നു ഇത്തവണ ആക്രമണം ഉണ്ടായത്. നെവാറ്റിം അതുപോലെ ഹട്സരിം ബേസുകൾക്ക് നേരെ, ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തിരിച്ച് ഇറാൻ കടുത്ത മുന്നറിയിപ്പ് UN വിനീത സൂചിപ്പിച്ചതുപോലെ UN സുരക്ഷാ സമിതിയുടെ ഒരു യോഗമുണ്ടായിരുന്നു, അടിയന്തര യോഗം. ഈ യോഗത്തിൽ ഇറാന്റെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികൾ തമ്മിൽ കൊമ്പുകോർക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ ഇറാന് ഇസ്രായേലിന് കടുത്ത മുന്നറിയിപ്പ് ആണവോർജ ഏജൻസി നൽകിയിരിക്കുകയാണ്. ആണവോർജ ഏജൻസി പറയുന്ന പ്രകാരം ഇറാന്റെ നേറ്റൻസ് ആണവ നിലയത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം കനത്ത പ്രത്യാഘാതങ്ങളിലേക്ക് നീങ്ങും. ഇത്തരത്തിലുള്ള നടപടികൾ ഇനി ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നു. വലിയൊരു ആണവ പ്രതിസന്ധി ഉണ്ടാക്കും. ഇത്തരത്തിൽ റേഡിയേഷൻ അടക്കം വലിയ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇറാനിൽ ഉള്ളത് എന്ന് പറയുകയാണ്. കടുത്ത ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സുരക്ഷയിൽ, ആണവ സുരക്ഷയിൽ വലിയൊരു വീഴ്ചയാണ് ഈ ഒരു ആക്രമണത്തോടെ ഉണ്ടായത് എന്ന് പറയുന്നു. ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുത് എന്ന് ഇസ്രായേലിന് ഒരു കനത്ത മുന്നറിയിപ്പ് കൂടി ആണവോർജ ഏജൻസി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇനിയും സംഭവിച്ചാൽ ഇറാനിൽ മാത്രമല്ല ഇറാന് പുറത്തേക്കും അപകട സാധ്യതയുണ്ട് എന്നും കേന്ദ്രം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വളരെ നിർണായകമായൊരു നിലപാടാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. അതേസമയം ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ ഇറാനോട് മാപ്പ് പറയില്ല തങ്ങൾ എന്നാണ് ഇസ്രായേലിൻ്റെ പ്രതിനിധി വ്യക്തമാക്കിയുണ്ടായത്. അതേസമയം ഇറാൻ്റെ പ്രതിനിധി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചിത്രവുമായാണ് ഈ ഒരു യോഗത്തിൽ എത്തിച്ചേർന്നത്. മറ്റൊന്നുള്ളത്, ഇറാനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ചർച്ച ജനീവയിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജർമ്മനി, ഫ്രാൻസ്, UK തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇതിലുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധിയുണ്ട്. ഈ ചർച്ചയിൽ ഇത്തരത്തിൽ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് തങ്ങളില്ല, യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. ഒപ്പം ഇനി ഒരു ആണവ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാകണമെങ്കിൽ ഇസ്രായേൽ തങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്ന് പറയുന്നു. വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് 8 ദിവസം പിന്നിടുമ്പോഴും 9ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോഴും ഹൈഫയിലും ടെൽ അവീവിലും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിനീത, അൻസു എൽസ സന്തോഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അൻസു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഗാസയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ കൂടിയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുകയായിരുന്നു. ഏറെ സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. ഒരിറ്റ് വെള്ളത്തിനായി, കുറച്ചു ഭക്ഷണത്തിനായൊക്കെ വരി നിൽക്കുന്ന ആളുകൾക്ക് നേരെ രൂക്ഷമായ ആക്രമണം കൂടിയാണ് ഗാസയിലും ഉണ്ടാകുന്നത്, അല്ലേ, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന്? തീർച്ചയായും ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും അതിനുള്ളിൽ തന്നെ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് 400ഓളം ആളുകളാണ്. ഇതിൽ നിരവധി കുട്ടികളുണ്ട്. കുട്ടികൾ ദാഹിച്ച് മരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. ഇസ്രായേൽ ഇപ്പോഴും ഇത്തരത്തിൽ അന്താരാഷ്ട്ര സംഘടനകളുടെ അടക്കം സഹായം അല്ലെങ്കിൽ ട്രക്കുകൾ എത്തുന്നത്, ഭക്ഷണ ട്രക്കുകൾ എത്തുന്നത് തടഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ ഭക്ഷണം കാത്തു നിൽക്കുന്ന ആളുകൾക്ക് നേരെയാണ് വെടിയുതിർക്കുന്നത്, ഷെല്ലാക്രമണം നടത്തുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഗാസ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിണി മരണങ്ങൾ ഇനിയും വർദ്ധിച്ചേക്കുമെന്ന് യുവൻ്റെ അടക്കം ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊന്നുള്ളത്, ഈ അമേരിക്കൻ സെനറ്ററായ എലിസബത്ത് വാറൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു നിങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണക്കാരനാകുമെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലേക്ക് ലോകം ശ്രദ്ധ തിരിക്കുമ്പോൾ ഗാസയ്ക്ക് നേരെയും വലിയ രീതിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം ഏതാണ്ട് 92ഓളം പേർ കൊല്ലപ്പെടുന്നു. ആകെ മൊത്തം 400-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അവിടുത്തെ ആശുപത്രികൾ മുഴുവൻ സ്ഥലമില്ലാത്തവണ്ണം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത, ശരി. അൻസു എൽസ സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും 9ാം ദിവസം സംഘർഷം രൂക്ഷമാണ് എന്നതാണ് അൻസു റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്.